ഗുഡ് മോർണിംഗ് സിസ്റ്റർ. മോർണിംഗ്. എന്താ തീർന്നോ? ഏകദേശം ആയിട്ടുണ്ട്. കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട്. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്തവർക്ക് കാണട്ടെ. ക്ലാര നിൽക്ക്. എന്താ അമ്മേ? വികാരിയച്ഛന്റെ മുമ്പിൽ ചെന്ന് എല്ലാവരും കുരുത്തോല വാങ്ങി. നീ മാത്രം അച്ഛന്റെ അരികിലേക്ക് ചെന്നില്ല. ഒടുവിൽ മെത്രാൻച്ചൻ അൾത്താരയിൽ നിന്ന് ഇറങ്ങി നിന്റെ മുമ്പിൽ വന്ന് കുരുത്തോല തന്നു. അഹങ്കാരമല്ലേ നീ കാണിച്ചത്? ഇന്ന് നല്ലൊരു വിശുദ്ധ ദിവസമാണ്. എന്തിനാണമ്മേ വെറുതെ ചേച്ചിയുമായി വഴക്കുണ്ടാക്കുന്നത്? നീ മിണ്ടരുത്. അല്ലെങ്കിൽ കുറെ ദിവസമായി അമ്മയ്ക്ക് വലിയ ദേഷ്യമാണ്. എന്തിനാണമ്മ ഇങ്ങനെ ദേഷ്യം? പിന്നെ ഞാൻ വലിയ സന്തോഷവതിയും സമാധാനപ്രിയയും ആയിരിക്കേണ്ട കാര്യങ്ങളാണല്ലോ നിന്റെ ചേച്ചി ചെയ്യുന്നത്. ചേച്ചി എന്ത് തെറ്റ് ചെയ്തു? ആ ധനികനുമായിട്ട് ആലോചിക്കുന്ന വിവാഹം തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞു. അതൊരു തെറ്റാണോ? ആ വിവാഹം ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ അപ്പൻ അവർക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞു. വാക്കു കൊടുത്തവർ അപമാനിതരാകും. വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. ക്ലാര, തൽക്കാലം എനിക്ക് വിവാഹം വേണ്ട. അമ്മേ, ഏത് കാര്യത്തിലും ഒരു സമാധാനമില്ലേ? എന്ത് സമാധാനം? മക്കൾ തരുന്ന സമാധാനം ഇതല്ലേ? എങ്ങനെ സ്വസ്ഥത ഉണ്ടാവും? അതിന് ചേച്ചി മോശമായതൊന്നും പറഞ്ഞില്ലല്ലോ. വിവാഹം വേണ്ടെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഓ, അത് മാത്രം പോരെ അസമാധാനത്തിന്? പക്ഷേ നിന്നെ ഞങ്ങൾ വളർത്തിയതാണെങ്കിൽ നിന്റെ ധിക്കാർ ഇവിടെ വില പോകില്ല. ആ വിവാഹം ഞങ്ങൾ നടത്തും. അമ്മേ, ഞാൻ ലോകരക്ഷകനായ യേശുവിനെ മണവാളനായി സ്വീകരിക്കാൻ എന്നേ ആഗ്രഹിച്ചതാണ്. എന്റെ ലക്ഷ്യം വേറെയാണ്. എന്നെ എന്റെ വഴിക്ക് വിടൂ. ഇല്ല, നിന്നെ ആ വഴിക്കൊന്നും വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എന്റെ വീട്ടിൽ നിന്ന് കന്യാസ്ത്രീയായി ഞാൻ ആരെയും വിടില്ല. ഞങ്ങൾ ആലോചിച്ച വിവാഹം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും. അത് നടക്കില്ലമ്മേ. ക്ലാരേ, എന്താണിവിടെ ഏതു നേരത്തും ഒരു കലഹം? ഇവൾ ഇവൾ ഈ ക്ലാര കാണിക്കുന്ന ധിക്കാരം വല്ലതും അവിടെ നിന്ന് അറിയുന്നുണ്ടോ? അവൾക്കിപ്പോ വിവാഹം വേണ്ടെന്ന്. അത്രയുള്ളോ വിഷയം? അത് കാര്യമാക്കണ്ട. എന്നാൽ ഇത് അങ്ങനെയല്ല. ക്ലാര കന്യാസ്ത്രീയാകാൻ പോകുന്നെന്ന്. എന്താണ് ഈ കേൾക്കുന്നത്? സത്യം. ക്ലാര, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? ക്ലാരയോടാണ് ഞാൻ ചോദിച്ചത്. സത്യമാണപ്പാ. അപ്പൻ എനിക്കതിനുള്ള അനുവാദം തരണം. സഹായങ്ങളെല്ലാം ചെയ്തു തരണം. ക്ലാര, ഞാൻ യേശുവിനെ മണവാളനായി സ്വീകരിച്ചു കഴിഞ്ഞു. ആ നിത്യരക്ഷകൻ എന്റെ വെളിച്ചമാണ്. അവൻ വിരിച്ചിട്ട ത്യാഗത്തിന്റെയും നന്മയുടെയും പാതയിലൂടെ നടക്കാനും മറ്റുള്ളവർക്ക് ഒരു മെഴുകുതിരി വെട്ടമെങ്കിലും കാണിച്ചു കൊടുക്കാനുമാണ് എന്റെ ജന്മദൗത്യം. അപ്പനും അമ്മയും അതിനെന്നെ അനുവദിക്കണം. ഇല്ല, ഞാൻ അനുവദിക്കില്ല. നിന്റെ ആഗ്രഹം നടപ്പാകില്ല. ഞങ്ങൾ ആലോചിച്ച് വിവാഹം നാളെ തന്നെ ഉറപ്പിക്കാൻ പോവുകയാണ്. ആ വിവാഹം നടക്കും. ദൈവത്തിന്റെ മണവാട്ടിയാകാനല്ല നിന്നെ ഞാൻ വളർത്തിയത്, മനുഷ്യന്റെ മണവാട്ടിയാകാനാണ്. കയറിപ്പോകാത്ത കർത്താവേ, സ്നേഹനാഥ, നിന്നെ അനുധാവനം ചെയ്യാൻ ഞാൻ പുറപ്പെടുമ്പോൾ എന്നെ വളർത്തിയ അപ്പനെയും അമ്മയെയും എന്റെ കൂടപ്പിറപ്പുകളെയും എനിക്ക് വേദനിപ്പിക്കേണ്ടി വരുന്നു. അവരുടെ വേദന നീ മാറ്റിക്കളയണമേ. അവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണമേ. ഞാനിതാ വരുന്നു. എന്നെ നീ സ്വീകരിക്കണമേ. ടീച്ചർ, വിശുദ്ധ ക്ലാര നേരെ പോയത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ അടുത്തേക്കായിരുന്നു. അദ്ദേഹം ക്ലാരയോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. അത് ടീച്ചർ ഉൾപ്പെടുത്തിയിട്ടില്ലേ? തീർച്ചയായും. അത് ഇന്നലെയാണ് ഞാൻ ചെയ്തത്. ഓക്കെ, നമുക്കതൊന്ന് കാണാം. ഓക്കെ സിസ്റ്റർ.
മഹാപ്രഭുവായ ഫേവറിനോയുടെ പുത്രി, നിനക്ക് നഗ്നപാതയായി നടക്കാൻ കഴിയുമോ? എനിക്ക് കഴിയും. നിനക്ക് ധനികരുടെ വീട്ടുപടിക്കൽ വന്ന് അവരോട് ഭിക്ഷയാചിക്കാൻ കഴിയുമോ? എനിക്ക് കഴിയും. നിനക്ക് ദരിദ്രരെ കുളിപ്പിക്കുവാനും അവരുടെ പാദങ്ങളിൽ ചുംബിക്കുവാനും കഴിയുമോ? എനിക്ക് കഴിയും പിതാവേ. നിനക്ക് ക്രിസ്തുവിനെ പ്രതി കൂനിയെന്നും ചട്ടുകാലിയെന്നും വിളിക്കുന്നത് കേൾക്കാൻ കഴിയുമോ? എനിക്ക് കഴിയും. ക്ലാര, സിസ്റ്റർ ക്ലാര, ദൈവം 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 നിന്നെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം അവസാന ഭാഗത്തേക്ക് എത്തി. വിശുദ്ധ ക്ലാരയുടെ മഠത്തിലേക്ക് ക്ലാരയുടെ അനുജത്തി ആഗ്നസ് വരുന്നു. ഇവിടെ തുടങ്ങാം അടുത്ത ഭാഗം, അല്ലേ സിസ്റ്റർ? വെയിറ്റ്, ബാക്കി കൂടി ഒന്ന് പ്ലാൻ ചെയ്യാനുണ്ട്. ടീച്ചറെ, വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കണം. ഓക്കെ സിസ്റ്റർ. മഠത്തിന് പുറത്തുപോയി വരുന്ന സഹോദരിമാരുടെ കാലുകൾ കഴുകിയ വെള്ളം ക്ലാര പുണ്യവതി കുടിക്കും. ദിവ്യകാരുണ്യ ഭക്തയായിരുന്നു ക്ലാര. അത് ചേർക്കാം സിസ്റ്റർ. നമുക്ക് ബാക്കി കൂടി കണ്ടാലോ? ആ, കാണാം. എന്താ കാര്യം? ദേവാലയവും മഠവും സൈനികരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അവർ ഈ മഠത്തെയും ദേവാലയത്തെയും ആക്രമിക്കും. എന്തു ചെയ്യും? ആരും ഭയപ്പെടരുത്. നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കാൻ നമുക്കൊരു രക്ഷകനുണ്ട്. അവൻ ശക്തനാണ്. അവൻ നമ്മെ കാത്തുരക്ഷിക്കും. നിങ്ങൾ അവനെ പ്രാർത്ഥിക്കൂ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ കാത്തോളണമേ. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ജീവൻ വേണമെങ്കിൽ മടങ്ങിപ്പോയിക്കൂ. ഇരുട്ടിന്റെ സന്തതികളെ, ഓടിപ്പോകൂ. കർത്താവേ, നിത്യരക്ഷക. കർത്താവേ, നിത്യരക്ഷക. ക്ലാര സഹോദരിമാരോടൊപ്പം ഓർത്തളോനയും മറ്റു കുറേ സ്ത്രീകളും മഠത്തിൽ ചേർന്നു. ഇങ്ങനെ ക്ലാര സഭയുണ്ടായി. പല ശാഖകളും സ്ഥാപിതമായി. 28 വർഷത്തോളം രോഗിണിയായി കിടന്നിരുന്ന ക്ലാരയുടെ ഭക്ഷണം വിശുദ്ധ കുർബാന മാത്രമായിരുന്നു. 59-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ ചെറുപുഷ്പം ശാന്തമായി അടർന്നു വീണു. ജഡികമായ ഒരു യുഗത്തിൽ ക്ലാര സഹോദരിമാരുടെ ജീവിതം ദാരിദ്ര്യവും വിനയവും പ്രസംഗിച്ചു. ആ ചൈതന്യം ഇന്നും അത്യന്താപേക്ഷിതം തന്നെ. ഓക്കെ, പെർഫെക്റ്റ്. താങ്ക് യു.